വസന്ത, ഇത്രയും വിവാദമുണ്ടായ സാഹചര്യത്തിൽ ഒരു അന്വേഷണത്തിന് പാർട്ടി തയ്യാറാവേണ്ടതല്ലേ? ഇപ്പോൾ ഗോവിന്ദൻ അസംബന്ധം ആണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ പലരും പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ, ഗോവിന്ദൻ്റെ മകനുണ്ട്, എല്ലാവരും, മുഖ്യമന്ത്രിയുണ്ട്, മുൻ ധനകാര്യമന്ത്രിയുണ്ട്, മുൻ സ്പീക്കറുണ്ട്, എല്ലാവരും പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. എല്ലാവർക്കും രാജേഷ് കൃഷ്ണയുമായിട്ട് ബന്ധമുണ്ട്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അണിയറയിൽ. അപ്പോൾ നോക്കൂ, ഒരു അന്വേഷണത്തിന് തയ്യാറാവേണ്ടതല്ലേ പാർട്ടി? തീർച്ചയായും ഏറ്റവും കുറഞ്ഞ പക്ഷം പാർട്ടി മെമ്പർമാരെ വിശ്വസിപ്പിക്കാനെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തീവ്രത അളക്കൽ കമ്മീഷൻ, ശ്രീമതി കമ്മീഷനെയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് പറഞ്ഞു വിടേണ്ടതാണ്. കാര്യം ബാലൻസ് ഹാവും ഒക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ടല്ലോ. അവർക്കാവുമ്പോൾ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി UK ഒന്ന് പോവുകയും ചെയ്യാം. കാര്യം തോമസ് ഐസക്കും പിണറായി വിജയനും MP ഗോവിന്ദനും ഒക്കെ UK പോയി സുഖവാസം നടത്തി തിരിച്ചു വന്നപ്പോൾ ഇവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇവർ ഈ പാർട്ടിയുടെ ഭാഗമല്ലേ, അവർക്കും വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ. ഒന്ന് പോകണം, UK ഒന്ന് കാണണം, കേംബ്രിഡ്ജിലൊക്കെ ഒന്ന് പോയി അതിന്റെ ഫ്രണ്ടൊക്കെ ഒന്ന് കണ്ട് അവിടെ നിന്ന് 2 സെൽഫി ഒക്കെ എടുക്കണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ശ്രീമതി ടീച്ചറിനും AK ബാലൻ സഹാബിനും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അവരെ കൂടി ഒന്ന് UK കാണിക്കാൻ വേണ്ടി, തെളിവെടുപ്പിനാണെന്നൊന്നും പറഞ്ഞ് പൊക്കോളൂ അവര്. അതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ പാർട്ടി എടുത്തു കൊടുത്താൽ മതി. ഇവർ താമസിച്ച പോലെ ആഡംബര ഹോട്ടലിലൊന്നും വേണമെന്നില്ല. ചെറിയ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു റൂമൊക്കെ എടുത്തു കൊടുത്ത് അവരെ ഒരു കമ്മീഷൻ ആയിട്ട് പറഞ്ഞു വിടണം. തിരിച്ചു വരുമ്പോൾ തീവ്രത കുറവാണ്, കത്തിന് വേണ്ട അത്ര തീവ്രത ഇല്ല, ആയതിനാൽ തള്ളിക്കളഞ്ഞേക്കാം എന്നൊരു റിപ്പോർട്ട് അവർ തരും. ആ റിപ്പോർട്ട് അടുത്ത സംസ്ഥാന സമ്മേളനങ്ങളിൽ, ജില്ലാ സമ്മേളനങ്ങളിൽ റിപ്പോർട്ട് ചെയ്താൽ മതി. അന്തം കമ്മികൾ അത് ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ക്ഷമിക്കണം, കാര്യം ഇവരത് വിശ്വസിക്കും. അന്തമണികൾ അന്തമായി എന്തിനേയും വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ അത് പാർട്ടി നേതൃത്വം പറയുന്നത് വിശ്വാസത്തിൽ എടുത്തോളും. ഇനി നമ്മളെ ബോധിപ്പിക്കാൻ, അതായത് നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ അരിയാഹാരം കഴിക്കുന്ന ജനത്തെ ബോധിപ്പിക്കാൻ, പാർട്ടി ക്യാപ്സ്യൂളുകൾ കഴിക്കുന്നവരെ ബോധിപ്പിക്കാൻ ഞാൻ ഈ പറഞ്ഞ ശ്രീമതി കമ്മീഷന്റെ റിപ്പോർട്ട് മതിയാവും. പക്ഷെ അരിയാഹാരം കഴിക്കുന്നവരുണ്ടല്ലോ, ഞാനും ശ്രീ അനിൽ നമ്പ്യാരും ശിവശങ്കർ അടക്കമുള്ളവർ, അങ്ങനെയുള്ളവരെ ബോധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നേരിട്ടൊരു അന്വേഷണം പ്രഖ്യാപിക്കണം. കാരണം ഇതിൽ ഹവാലയുണ്ട്, റിവേഴ്സ് ഹവാലയുണ്ട്, സ്വാഭാവികമായും കുഴൽപ്പണമുണ്ട്, രാജ്യദ്രോഹ കുറ്റമാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. പോരാത്തതിന് അത് ഡൽഹിയിലെ ഹൈക്കോടതിയുടെ മുമ്പിൽ IAI ഫയൽ ചെയ്ത് ബെഞ്ച് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു എവിഡൻസ് ആയി അത് ബെഞ്ച് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ അത് ഒരു ഫയൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിന്മേൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷികമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കോടതി തന്നെ നേരിട്ട് ഈ കത്ത് കോടതിയുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണാർത്ഥത്തിൽ പരിശോധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന്റെ ഹിയറിംഗിൽ അടുത്ത ദിവസമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും കോടതി തന്നെ നേരിട്ടൊരു അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം എന്താണ്, ഒന്ന് ഹവാല, റിവേഴ്സ് ഹവാല, കള്ളപ്പണം, കുഴൽപ്പണം, വിദേശ ഫണ്ട് വരവുമായി ബന്ധപ്പെട്ട് ഫെമ അടക്കമുള്ള നിയമങ്ങളുടെ തട്ടിപ്പ്, അതിനെ ലംഘിക്കാൻ വേണ്ടി ജമ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചെന്നൈ ബേസ് ചെയ്ത് കമ്പനി ഉണ്ടാക്കുക, കള്ള കമ്പനി ഉണ്ടാക്കുക, ആ കമ്പനിയുടെ ഭാഗമായി വരുന്ന പൈസ നേതാക്കളുടെ അക്കൗണ്ടിലേക്ക്, CPM അക്കൗണ്ടിലേക്ക് പോലും അല്ല കേട്ടോ, നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വാഷ് ഔട്ട് ചെയ്യുക, അങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുക തുടങ്ങിയ വലിയ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റം ആണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോടതി തന്നെ നേരിട്ട് അവരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ നിർദ്ദേശിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ പക്ഷം അങ്ങനെ ഒരു അന്വേഷണമെങ്കിലും നടത്താതിരുന്നാൽ ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി വന്ന കൊള്ളകൾ, ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി വന്ന കുടുംബ വ്യാപാരം, ഇതൊക്കെ മൂടി വെക്കാനുള്ള ശ്രമമായി ആൾക്കാർ വ്യാഖ്യാനിക്കത്തുള്ളൂ. ഇനി ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. ഒന്ന്, അങ്ങ് നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഈ CPM ഉള്ളിലെ കത്തുകളൊക്കെ എങ്ങനെ വെളിയിൽ വരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തോട് ഇവർ ചെയ്തത് എന്താണ്? ഇപ്പൊ നേരത്തെ മരിച്ചുപോയപ്പോ ഉമ്മൻചാണ്ടിയുടെ മരണയാത്രയോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവർ അച്യുതാനന്ദന്റെ യാത്ര നടത്തി. ആ അച്യുതാനന്ദനെ CPM വേട്ടയാടിയത് ആരുടെ പേരിലാണ്? മകന്റെ പേരിലായിരുന്നു. അന്നത്തെ പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങൾ, സാമ്പത്തിക ആരോപണങ്ങൾ അച്യുതാനന്ദന്റെ മകനെതിരെ ആരോപിച്ചത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹമാണല്ലോ വാർത്താ സമ്മേളനം വിളിച്ച് കുടുംബത്തിലുള്ളവർ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞത് ആ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. അപ്പൊ കാലത്തിന്റെ കാവ്യനീതിയാണ്. അച്യുതാനന്ദനെ, കോടിയേരി ബാലകൃഷ്ണനെ എങ്ങനെയാണോ വേട്ടയാടിയത്, ഏത് മക്കളെ ഉപയോഗിച്ചാണോ അവരെ നശിപ്പിച്ചത്, അവരെ സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിച്ചത്, അതേ മക്കൾ തന്നെ, ആ മക്കളല്ല, അതേ രീതിയിൽ മക്കളാൽ തന്നെ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ മക്കളാൽ വേട്ടയാടിയവർ മക്കളാൽ തന്നെ നശിക്കുന്ന, തമ്മിൽ തല്ലി ചാകേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് CPM എത്തപ്പെടുന്നത്.